നമസ്കാരം. കേരളത്തിൽ BJP സൃഷ്ടിക്കുന്ന ഒരു സ്പേസിനെ കുറിച്ച് കേരളത്തിലെ രണ്ട് മുന്നണികളും അതീവ ഭയത്തിലാണ്. LDFും UDFും. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP സാന്നിധ്യം ഉറപ്പിക്കുന്നു എന്ന്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPMന് ഒരു ഭീതി ഉണർത്തുകയാണ് BJP. ഇത് വളരെ തന്ത്രപൂർവം ഇതിനെ തകർക്കാനുള്ള നീക്കം LDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. പക്ഷേ അത് വേണ്ടത്ര തരത്തിൽ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ UDFന് 2026 കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള ഒരു സാധ്യതയ്ക്കും മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുകയാണ്. കാരണം BJP ഏത് മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വോട്ട് വർധനവ് UDFനെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിലോ UDFനകത്ത് കോൺഗ്രസിനകത്ത് അനൈക്യമാണ്. ഈ അനൈക്യം കാരണം പാർട്ടി ശക്തിപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ BJPയുടെ കേരളത്തിലെ വളർച്ച തന്നെ അവർക്ക് വളരെ ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി മാറിയതോടുകൂടി കേരളത്തിൽ BJP ഇടം പിടിക്കും എന്നുള്ള ഒരു ഉറപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം, രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് BJP വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ മോദിയും അമിത്ഷായും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് കുതിപ്പുണ്ടാകാൻ പോകുന്നത് എന്ന്. പ്രത്യേകിച്ച് തമിഴ്നാടും കേരളവുമാണ് എടുത്തു പറയുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയമെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പാതയിലൂടെയാണ് AIADMKയും BJPയുടെയും സഖ്യമുണ്ടാകുമ്പോൾ അവിടെ വേറൊരു തരത്തിലാണ് കാര്യങ്ങൾ മാറിമറിയാൻ പോകുന്നത്. കേരളത്തിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 BJP 6 ഇടങ്ങളിൽ A ക്ലാസ് മണ്ഡലമായി പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിലെ ഒരു സീറ്റ് വിജയിക്കുകയും ചെയ്തു. 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം കൂടുതൽ ആവേശമുണ്ടാക്കിയിരിക്കുകയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ. അതായത് മോദിയുടെയും അമിത്ഷായുടെയും ഒരു കൂട്ടുകെട്ടിൽ നിന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി കൂടിയായിരുന്നു സുരേഷ് ഗോപി. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ ഒരു കുതിപ്പായിരുന്നു. ഏറെ വിജയസാധ്യത കണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു തിരുവനന്തപുരം. 2024 കണക്കനുസരിച്ച് BJPയുടെ കണക്കല്ല, രാഷ്ട്രീയ നിരീക്ഷകരുടെ BJPയുടെ കണക്കനുസരിച്ചെന്ന് പറയുമ്പോൾ BJPയെ അനുകൂലിച്ച് സംസാരിക്കുന്നു എന്നായിരിക്കും പറയുക. അതല്ല, രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്താണ്. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ 2-ാം സ്ഥാനത്ത് വ്യത്യാസം വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ്, 5000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്. ഇത് അല്പം കൂടി ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ശരി, 11ഉം 18ഉം അങ്ങനെ 29 നിയമസഭാ മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു 40 നിയമസഭാ മണ്ഡലങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൽ 20 അതീവ ശ്രദ്ധയാണ്, വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നു. അങ്ങനെ 20 മണ്ഡലങ്ങൾ വിജയസാധ്യതയുള്ളതായിട്ട് മാറ്റുകയും A ക്ലാസ് മണ്ഡലങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. ശരി, 20 മണ്ഡലവും കിട്ടിയില്ലെങ്കിൽ 15 മണ്ഡലങ്ങൾ. പല സർവേകളും ഇടയ്ക്ക് വന്നിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളത് 11 മുതൽ 15 നിയമസഭാ മണ്ഡലങ്ങൾ വരെ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ ഉണ്ടായാൽ എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് നില കുറയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഭരണം UDF പിടിക്കും എന്ന് ചിലർ ചോദിക്കും. ഇല്ല, കാരണം ഇവിടെ 11 മുതൽ 15 സീറ്റ് വരെ BJPയിലേക്ക് പോവുകയും ബാക്കി വരുന്ന സീറ്റുകൾ വിഭജിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ
ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു തൂക്കസഭയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം CPM-ന്റെ സീറ്റുകൾ കുറയ്ക്കും. CPM-ന്റെ എന്ന് പറഞ്ഞാൽ LDF-ന്റെ മൊത്തത്തിൽ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ CPM-ന്റെ സീറ്റുകൾ കുറയുന്നതൊക്കെ തന്നെ അത് BJPക്ക് അനുകൂലമായിട്ട് മാറും. പക്ഷെ വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് ഒരു കാരണവശാലും കേരളത്തിൽ അധികാരത്തിൽ വരരുതെന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 4 or 5 സീറ്റിലേക്ക് BJP എത്തിക്കഴിഞ്ഞാൽ ബാക്കി നല്ല ഒരു പങ്ക് വോട്ട് പിടിക്കുകയും സീറ്റുകൾ നേടുകയും CPM ചെയ്താൽ അവർ തന്നെ ഭരണത്തിലേക്ക് പോകും. അതൊരു ഹാട്രിക് വിജയം. പിണറായിയുടെ ഹാട്രിക് വിജയത്തിലേക്ക് വഴിവെച്ചു കൊടുക്കുന്നത് ആരായിരിക്കും? BJP തന്നെ ആയിരിക്കും. എന്തിനു വേണ്ടി വഴിവെച്ചു കൊടുക്കുന്നു? കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി. രാജ്യവ്യാപകമായിട്ടുള്ള BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിനെ തകർത്തി തരിപ്പണമാക്കുക, UDF-നെ അന്തഛിദ്രമാക്കുക, ഇല്ലായ്മപ്പെടുത്തുക, ഘടകകക്ഷികളൊക്കെ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ 2026 രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയും. BJP കാരണം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. 2026 BJP ഇവിടെ ഭരണം പിടിക്കുമെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു തൂക്കസഭയിലേക്ക് പോകാനുള്ള സാധ്യതയും, അതല്ലെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരു ഹാട്രിക് വിജയം ഉണ്ടാക്കി കൊടുക്കാനും ചിലപ്പോൾ BJP തയ്യാറായി എന്ന് വരാം. കാരണം കോൺഗ്രസിനെ തൂത്തെറിയുന്നതിന് വേണ്ടി തന്നെ. UDF-ലെ ഘടകകക്ഷികൾ നമുക്കറിയാം. ലീഗിന്റെ സ്ഥിതി, ലീഗ് 10-20 സീറ്റ് ഉണ്ടെങ്കിൽ അവരുടെ സീറ്റ് അത്രയും സുരക്ഷിതമായിട്ട് നിലനിർത്തും. CPM-ന്റെ സ്ഥിതി എന്ന് പറയുന്നത് അവര് ഈ ഇപ്പോൾ നിലവിലുള്ള അത്രയും സീറ്റ് ഒരിക്കലും നേടാൻ പോകുന്നില്ല. കാരണം ഈ ഏതാണ്ട് ഒരു 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള നിരവധി 10 മണ്ഡലങ്ങൾ തന്നെയുണ്ട്. ഈ 10 മണ്ഡലങ്ങൾ ഒന്ന് ശക്തമായി കണ്ണുവെച്ച് നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ അത് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ BJP എത്ര വോട്ട് നേടുന്നു എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം BJP ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ്. അത് എത്ര ഇതിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ 2026 അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരു വളരെ നിർണായകമായിട്ടുള്ള കാര്യമായിരിക്കും. താഴെ തട്ടിൽ നിന്ന് വോട്ട് ഏത് തരത്തിൽ ഏതൊക്കെ മുന്നണികളിലേക്ക് പോകുന്നു എന്ന അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. പിന്നീടുള്ളത് 26-ൽ അത് അതിൻ്റെ ഒരു ദിശാസൂചകമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വ്യക്തമായിരിക്കും.